നമ്മളിന്ന് ഫിംഗർ പെയിന്റിന്റെ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നോക്കുന്നത്. ഹലോ, വെൽക്കം ടു Your Tot. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികൾക്കുള്ള ഫിംഗർ പെയിന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കളേഴ്സ് എങ്ങനെയാണ് വീട്ടിൽ നാച്ചുറലി ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നാച്ചുറൽ കളേഴ്സാണ് ഇതിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറമേ നിന്നുള്ള കളേഴ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത് ടോക്സിക് ആയിരിക്കാം, കെമിക്കൽസ് ഒക്കെ ചേർത്തതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ അത് വായിലൊക്കെ കൊണ്ടുപോയാൽ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലി ഉണ്ടാക്കുന്ന കളേഴ്സ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അവർ വായിലൊക്കെ കൊണ്ടുപോയാലും എഡിബിളാണിത്, അതുകൊണ്ട് ഒരു ഡേഞ്ചറും സംഭവിക്കില്ല. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കളേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കോൺഫ്ലവർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാം. പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പാലാണ് എടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ കളേഴ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ക്യാരറ്റ്, പിന്നെ മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മല്ലിയിലയും കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്ത് ഇല വേണമെങ്കിൽ എടുക്കാം. ഞാനത് എടുത്തിട്ടുള്ളത് അത് ഉള്ളിൽ പോയാലും അപകടങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഉള്ളത് കൊണ്ടാണ്. എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിതിൽ കളേഴ്സിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കളറിൻ്റെ ബേസാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 1/2 ഗ്ലാസ് മിൽക്ക് നേരിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് അത് ചൂടാക്കുകയാണ്. എന്നിട്ട് ഈ കോൺഫ്ലവർ ഞാൻ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലിൽ വെള്ളത്തിൽ എങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്യാൻ കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പാല് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അത് കുറുകി വരും. ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമ്മൾ നന്നായി കുറുകി വരും അത്. അപ്പോൾ ഒരുപാട് കുറുകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഈ കാണുന്ന കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പെയിന്റിന്റെ ബേസിന് വേണ്ടത്. അപ്പോൾ ഇനി കളേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ബീറ്റ്റൂട്ട് കുറച്ച് പീസസ് ആക്കി വെച്ചിട്ട് അത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അരയ്ക്കുന്നത്. കാരണം അതിൻ്റെ കളർ മാത്രമേ വേണ്ടൂ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ച് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു. അതേപോലെ ചെറിയും ഞാൻ അരച്ചെടുത്തു. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് വേറെ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കളേഴ്സൊക്കെ സെറ്റ് ചെയ്തത് ഒരു ഐസ് ട്രേയിലാണ്. അപ്പോൾ ഐസ് ട്രേയിൽ ഓരോ സെക്ഷനുകളിലും നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ബേസ് ഉണ്ടാക്കിയില്ലേ ആദ്യം, ഈ കോൺഫ്ലവറും പാലും വെച്ചിട്ട്, അത് ഓരോ സെക്ഷനിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ സെക്ഷനിലേക്ക് ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം തരിതരി ഉണ്ടാവാതിരിക്കാനാണ് ഇത് അരിച്ച് ചേർക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാനിപ്പോൾ ചെറി ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കളറ് കുറച്ച് അധികമായിട്ട് അതിൽ വീണ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മെറൂൺ കളറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഒന്നൊരു 2-3 ഡ്രോപ്പ് മാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇത് കാണാമായിരുന്നു. നിങ്ങൾക്ക് ഒരു റെഡ് കളറിലായിരിക്കും അത് ഉണ്ടാവുക. ഇപ്പോൾ ഇത് കുറച്ച് അധികമായതുകൊണ്ട് മെറൂൺ കളറിലാണ് വരുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. നമ്മൾ ഈ ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ആ ഒരു കളറായിരിക്കും അതിനുണ്ടാവുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ആണ് നമ്മുടെ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് വേണ്ടത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിനിപ്പോൾ ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലകൾ എടുത്തത് വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ലൈറ്റ് ഷെയ്ഡ്. അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റഡ് ആയിട്ടുള്ള കളർ അതിന് കിട്ടുമായിരുന്നു. ഇനി നമ്മൾ ക്യാരറ്റാണ് ചേർക്കുന്നത്. ക്യാരറ്റും ഇതേപോലെ കുറച്ച് എമൗണ്ട് എടുത്തിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അധികം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കിട്ടാത്തത്. അപ്പോൾ ഞാനൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ ആഡ് ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ക്യാം ഓഫായിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഞാൻ ഫുഡ് കളേഴ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ പാർട്ട് ഇതിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കാണുന്നില്ലേ, യെല്ലോ, ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്, അത് ഫുഡ് കളേഴ്സ് ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നാച്ചുറൽ കളറും ഫുഡ് കളർ ആഡ് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഭയങ്കര ബ്രൈറ്റ് കളറാണ് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. നാച്ചുറൽ കളേഴ്സിന് അത്ര ബ്രൈറ്റ്നസ് ആയിട്ട് ഉണ്ടാവില്ല.
അത് എന്തായാലും ആർട്ടിഫിഷ്യൽ ആണല്ലോ സാധനം, അപ്പോൾ കെമിക്കൽസ് ഉണ്ടാവും. ഫുഡ് കളർ ആണെങ്കിലും അതിൽ കെമിക്കലുകളുണ്ട്, പക്ഷേ പെർമിറ്റഡ് ഫുഡ് കളേഴ്സാണ്. അപ്പോൾ പെർമിറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്യാനാണ്. കാരണം വളരെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ എത്രയാണെങ്കിലും അവർ എക്സ്പ്ലോറിങ് ആണ്. അപ്പോൾ അവരെങ്ങനെയാണെങ്കിലും എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി, പ്രത്യേകിച്ച് കളേഴ്സൊക്കെ കാണുമ്പോൾ അറിയാതെ അവർ വായിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ ഫിംഗേഴ്സിലായാലും കയ്യിലായാലും ഒക്കെ സ്കിന്നിനൊക്കെ ചിലപ്പോൾ അലർജികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയും പേടിക്കാതെ കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പലതരത്തിലുള്ള സെൻസറി ആക്ടിവിറ്റീസ് ഒക്കെ കളേഴ്സ് വെച്ചിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാം